ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ഫിസ്ന ഫുഡ് ടെക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മെഹറാജിൻ്റെ നോമ്പ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ വീട്ടിലെല്ലാവരും നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്. ദീമോള് അടക്കം നോറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദീമോക്ക് ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇന്ന് ദീമോള് ഫുള്ളായിട്ടൊക്കെ നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ദീമോളിങ്ങനെ നോമ്പൊക്കെ നോറ്റിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് അവൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട്. ഭയങ്കര വെയിലാണല്ലോ. പക്ഷെ ഇന്നലെ എന്താ അറിയില്ല, നല്ല മഴയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും കുട്ടികളല്ലേ നല്ല ഒരു ക്ഷീണത്തിലായപ്പോൾ ഞാൻ പറയായിരുന്നു കുറച്ച് പണികളൊക്കെ എടുക്കുമ്പോൾ ടൈമൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ് അവളെ ഞാൻ ഇന്നിങ്ങനെ കിച്ചണിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഐസാണ്. അപ്പോൾ ഇതൊന്ന് ഐസ് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഐസൊക്കെ പോയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് മസാല ഒന്ന് പുരട്ടി വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയൊക്കെ ഇങ്ങനെ നന്നാക്കുകയാണ്. കണ്ടില്ലേ, ഭയങ്കര ഇതിൽ നന്നാക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. വെളുത്തുള്ളി ഇട്ട് നന്നാക്കിക്കോ, കയ്യിൽ പറ്റും കേട്ടോ. വെളുത്തുള്ളി നന്നാക്കിയാൽ മതി. വലിയ നന്നാക്കിക്കോളാം കേട്ടോ. അപ്പം ഞാൻ ദീമോളൊന്നും കുളിച്ചിട്ടില്ല. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയുള്ളിയൊക്കെ നന്നാക്കിയിട്ട് കുളിക്കാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതവിടെ വെച്ച് വെളുത്തുള്ളി നന്നാക്കിക്കോ, അതല്ലേ നല്ലത്. ഞാനും ദീമോളും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദീമോക്ക് നല്ല ക്ഷീണവും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓളെ നോമ്പിനൊരു പ്രോത്സാഹനം കൊടുക്കുകയാണ്. കാരണം ഭയങ്കര ഉഷ്ണവും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇന്നലെ മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉച്ച ആയപ്പോഴേക്കും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള ഓരോ പണിയിലാണ്. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ഇനി മീൻ ബിരിയാണി വെക്കണം, അപ്പോൾ അധികം എരിവൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു പാത്രത്തിലോട്ടിട്ട് അവൾ തണിയൊക്കെ തുടക്കുകയാണ് കേട്ടോ. ഈ ഉള്ളിത്തോല് നല്ലൊരു ഈ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഒരാഴ്ചയോളം ഇട്ട് വെച്ച് അത് നമ്മൾ കറിവേപ്പിലയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുറ്റിലിട്ട് കൊടുത്ത് നല്ല എണ്ണ ഉണ്ടായി വരും. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീണ്ടും കിച്ചണിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ജ്യൂസ് അടിക്കാൻ ഞങ്ങൾ ഇന്ന് മാങ്ങയാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി പാത്രത്തിലോട്ട് ഇട്ട് വെച്ചാൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന ആ ടൈമിലുണ്ടല്ലോ, അപ്പോൾ ഒരു നോമ്പറക്കുന്ന അരമണിക്കൂർ മുമ്പൊക്കെ അല്ലേ നമ്മൾ ജ്യൂസ് അടിക്കുക. ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ പണി തീരും ചെയ്യും. കാരണം ആ ടൈമിൽ ഭയങ്കര തിരക്കുള്ള ടൈമും കൂടിയാണല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫിഷ് ബിരിയാണിക്കുള്ള മസാലയൊക്കെ കൂട്ടി വെക്കണം. ഉപ്പ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിവേപ്പില ഉണ്ടല്ലോ, കുറച്ച് നമ്മൾ സാധാ ഫിഷ് പൊരിക്ക് തന്നെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മസാലയൊക്കെ പുരട്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യാം. അപ്പോൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി അതിനായിട്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൈദയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുത്തിട്ടോ. നന്നായി സോഫ്റ്റ് പോലെ കുഴച്ചെടുത്തു. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ കുഴച്ചെടുത്തത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി കേട്ടോ സമൂസക്ക്.
അപ്പോൾ ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം. ശേഷം ഞാൻ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മുരിഞ്ഞെടുക്കണം കേട്ടോ, കാരണം ഇത് നല്ലോണം കട്ടിയുള്ള മീനായതുകൊണ്ട് ഫ്രൈ ചെയ്തെന്ന് വിചാരിച്ച് ഉടഞ്ഞൊന്നും പോവില്ല. അപ്പോൾ കട്ടിയില്ലാത്ത കനം കുറഞ്ഞ മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല കട്ടിയുള്ള നല്ല ഉറപ്പുള്ള ഒരു മീനായതുകൊണ്ട് നമുക്ക് നല്ലോണം മൊരിയിച്ചെടുക്കേണ്ടി വരും കേട്ടോ ഫിഷ്. അപ്പോൾ ഇതാ ഓരോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് സമൂസക്കുള്ള ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ സവാള ഇതുപോലെ കൊത്തിയരിഞ്ഞ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ. ഇനി നമുക്കിതിലേക്ക് അര കഷ്ണം തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. എന്നിട്ട് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മസാല ആയിട്ട് ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മല്ലിയിലിട്ടാലും മതി. ഞാനിപ്പോൾ തന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. പിന്നീട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ, അത് ഇതേപോലെ പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഞാൻ ഫിഷ് ബിരിയാണി ഇതിലാണ് കേട്ടോ ദമ്മിടുന്നത്. അപ്പം ഞാൻ ഈ കുക്കർ ഞാൻ അങ്ങനെയുണ്ട് യൂസ് ചെയ്യലില്ല കേട്ടോ. ഇതുപോലെ ദമ്മിടുന്ന ബിരിയാണിയൊക്കെ ആണെന്നെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ല പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലത്തെ വലിയ ഗ്യാസ് അടുപ്പുമ്മലാണ് കേട്ടോ ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വരട്ടെ. അപ്പോഴേക്കുതാ ദീമോള് സമൂസക്കുള്ള പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് പരന്ന് വരണം കേട്ടോ. അത് അവൾക്കൊരു പൂതിയായിട്ടാണ് ഇങ്ങനെ പരത്തിയെടുത്തത്. അപ്പോൾ സമൂസക്കുള്ള ഷീറ്റാണ് ഇത്. ഇതേപോലെ കോണ് രൂപത്തിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ചെറിയ സമൂസ ആയിപ്പോയി. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പരത്തി ഇതുപോലെ അല്ല കുറച്ചുകൂടി വലുപ്പത്തിലുള്ള സമൂസ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. ഇത് അവളൊരു പൂതിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. കണ്ടില്ലേ, ചെറിയ സമൂസ ആയി മാറി. അതിൻ്റെ അടുക്കതാ നമ്മുടെ കുക്കറൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചു പിന്നീട് ഞാൻ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പം നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓയിലിൽ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ റൈസിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അധികം കരിഞ്ഞൊന്നും പോവരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും അണ്ടി മുന്തിരിയും ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം. നല്ല മൊരിയിച്ചെടുക്കണം കേട്ടോ. അധികം കരിഞ്ഞൊന്ന് പോയത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. കണ്ടില്ലേ, ഇത്രയും ഫ്രൈ ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയും മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ച് എണ്ണയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി
നമുക്ക് മസാലക്കായിട്ട് ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വരണേ. നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് ആ തക്കാളിയും അതുപോലത്തെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ മസാലയായിട്ടൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നീട് അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും നാരങ്ങ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് തിളപ്പിച്ച് ഊറ്റിയിട്ടല്ല റൈസ് ദമ്മിടുന്നത്, നെയ്ച്ചോറാക്കി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമല്ലോ, ഉള്ളിയും ഓയിലിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ഏലക്കയും പട്ടയും പൂവൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എത്രത്തോളം വെള്ളം വെക്കുന്ന അത്രത്തോളം തന്നെയാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തൊന്ന് വിസിൽ വരാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഞാൻ സമൂസക്കുള്ള എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് സമൂസയൊക്കെ ഓരോന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ സമൂസയൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് കോരിയെടുക്കാം. അപ്പോൾ ചിലവർക്ക് നല്ലോണം മൊരിഞ്ഞ സമൂസയൊക്കെ ഇഷ്ടം. അങ്ങനെയാണ് ഇനി ഒന്നും കൂടി ഫ്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും ഇതാ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് പകുതിയോളം ഇതിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നത്. പലരും പല ടൈപ്പിലാണ് ഇട്ട് വെക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി രൂപത്തിലാണ് ഇന്ന് ഞാൻ ഫിഷ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പകുതിയോളം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാലൻ്റെ പൊടിയാണ് ഇട്ട് തൂവി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും കറിവേപ്പിലൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തിട്ടുള്ളത് അത് ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ചുകൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ളി. ഇതിൻ്റെ മേലായിട്ട് നമ്മൾ മസാല ഉണ്ടല്ലോ അത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഫിഷ് വെച്ചിട്ടുള്ളത്. ഇനി ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുഴുവനായിട്ട് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം നടുവിലായിട്ടാണ് ഞാൻ ഈ ഫിഷും അതുപോലെ തന്നെ മസാലയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ, സൈഡിലായിട്ടൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ മുഴുവനായിട്ട് റൈസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ മേലായിട്ട് ഒഴിക്കുന്നതിന് മുൻപായിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഫസ്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇങ്ങനെ ഇതുപോലത്തെ എണ്ണ തൂവി കൊടുക്കുന്നത്. അങ്ങനെ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ മൂടി വെക്കുമ്പോൾ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്നൊന്നും മൂടി വെക്കാനൊന്നും കഴിയൂല. കുറേ റിസ്ക് എടുത്തിട്ടാണ് ഇത് മൂടി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ബീഫ് ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കാരണം നല്ല ദമ്മുള്ള ഒരു കുക്കറാണിത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
എല്ലാവരും വീട്ടിലുണ്ടാവും. നോമ്പ് തുറക്കാൻ നേരത്തെ ഒരുപാട് പാത്രങ്ങൾ, അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങയുടെ ജ്യൂസൊക്കെ അടിക്കണമല്ലോ എന്ന് വിചാരിച്ച് മിക്സിയുടെ ജാറിലിട്ട് മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഐസ് ക്യൂബും പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ 2 ട്രിപ്പാണ് കേട്ടോ ഇത് അടിച്ചെടുക്കുന്നത്. ഇത് നന്നായി അടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ മാങ്ങയുടെ നാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനും അതുപോലെ നല്ലോണം ക്ലീനായി കിട്ടും ജ്യൂസൊക്കെ. അപ്പം മുഴുവൻ അങ്ങ് അടിച്ചെടുത്തു. അപ്പം ഞാൻ ജ്യൂസ് അടിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. കാരണം നല്ല തണുപ്പ് തന്നെ ഉണ്ട്. ഐസ് ക്യൂബ് ഇട്ട് അടിച്ചതുകൊണ്ടാവാം നല്ല തണുപ്പുണ്ട് ജ്യൂസിനൊക്കെ. അപ്പം ഇനി നിമിഷങ്ങളുള്ളൂ ബാങ്ക് കൊടുക്കാൻ. ദീമോളൊക്കെ നല്ല ക്ഷീണിച്ച് കുത്തിരിക്കുകയാണ്. കാരണം ഇനി എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക, അരമണിക്കൂർ കൂടുമ്പോൾ തന്നെ ഇങ്ങനെ അവളിങ്ങനെ ബാങ്ക് എപ്പോഴാണ് കൊടുക്കുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ച് കാത്തിരിക്കുകയാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ട്. അപ്പം ഇതാ ബാങ്കൊക്കെ കൊടുത്തു. ബാങ്ക് കൊടുത്തതിന് ശേഷം ദീമോള് നോമ്പൊക്കെ തുറന്നു. ദീമോളും ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്ന് സ്നാക്സും ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഏഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. അപ്പോഴേക്കും ഇതാ റൈസൊക്കെ നല്ലതുപോലെ ദമ്മ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തുള്ള റൈസൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫിഷൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഫിഷൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും അതുപോലെ റൈസൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. അപ്പം ഞാൻ മസാലയും റൈസ് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ റൈസ് പാകപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെഹ്റാജിൻ്റെ നോമ്പുമായിട്ടുള്ള ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസും റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.